കോഴിക്കോട് നഗരത്തിലെ പാളയം മാർക്കറ്റ് കല്ലുത്താൻ കടവിലെ പുതിയ മാർക്കറ്റ് സമുച്ചയത്തിലേക്ക് ഓണത്തിന് ശേഷം മാറ്റാനുള്ള കോർപ്പറേഷൻ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് പ്രക്ഷോഭം ശക്തമാക്കി പാളയം മാർക്കറ്റിലെ കച്ചവടക്കാർ. വെടിവെച്ചാലും മാർക്കറ്റിൽ നിന്ന് ഒഴിഞ്ഞു പോവില്ല എന്ന നിലപാടിലാണ് വ്യാപാരികൾ. മലബാറിലെ തന്നെ ഏറ്റവും പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളിലൊന്നായ പാളയം പഴയ മാർക്കറ്റ് കല്ലുത്താൻ കടവിലെ പുതിയ മാർക്കറ്റിലേക്ക് നീക്കുന്നതിനുള്ള നടപടികളുമായി കോഴിക്കോട് കോർപ്പറേഷൻ മുന്നോട്ട് പോവുകയാണ്. ഓണത്തിന് ശേഷം ഇവിടുത്തെ കച്ചവടക്കാരെ കല്ലുത്താൻ കടവിലെ പുതിയ മാർക്കറ്റിലേക്ക് മാറ്റും എന്നാണ് മേയർ തന്നെ ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്നത്. ഏറെ നാളുകളായി ഈ വിഷയത്തിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ മാർക്കറ്റിൽ നിന്നും മാറാൻ ഇവിടുത്തെ കച്ചവടക്കാർ സന്നദ്ധത പ്രകടിപ്പിക്കാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. പല കാര്യങ്ങളാണ് ഇവർ ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. എന്തായാലും ഇതിനൊക്കെ ഒടുവിലാണ് മേയർ തന്നെ പറയുന്നത് ഈ മാർക്കറ്റ് ഒഴിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കച്ചവടക്കാർ പുതിയ മാർക്കറ്റിലേക്ക് മാറണമെന്നത്. ഇന്നിപ്പോൾ ഇതാ വ്യാപാരികൾ ഇവിടെ ഒരു അനിശ്ചിതകാലമായി അല്ലെങ്കിൽ 2 ദിവസത്തേക്കുള്ള സമരം വരെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുകയാണ്. മേയർ പറയുന്നത് ഓണം കഴിഞ്ഞാൽ മാർക്കറ്റ് മാറണം, മാറാതിരിക്കാൻ ഒരു നിർവാഹവുമില്ലെന്ന് പറയുന്നു. ഇതുവരെ മേയർ പറഞ്ഞ പ്രസ്താവനകളോടൊക്കെ നമ്മളെ സ്വാഗതം ചെയ്യാണ്. പക്ഷേ മേയർ വിചാരിച്ചാൽ മാത്രം ഇത് മാറ്റാൻ കഴിയുന്ന പ്രശ്നമല്ല. ഇതിന് മുമ്പുള്ള ഭരണസമിതി നടപ്പാക്കിയ ഒരു പരിഷ്കാരമാണിത്. അതിനെതിരെ നമ്മളിപ്പോൾ ഹൈക്കോടതിയിൽ കേസായിട്ട് ഫയൽ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അതിന് നമുക്ക് അനുകൂലമായ റിപ്പോർട്ടുകളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അത് അവർക്ക് തികച്ചും അനുകൂലമായുള്ള റിപ്പോർട്ടില്ലാത്ത സ്ഥിതിക്ക് ഒരു NIT റിപ്പോർട്ട് എന്ന വ്യാജേന റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് നമ്മളെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ഒരു കുതന്ത്രം മാത്രമായിട്ട് നമ്മൾ ഇതിനെ കാണുന്നുള്ളൂ. ഇത് നമ്മൾ ശക്തമായി ജനകീയമായും നിയമപരമായിട്ട് ശക്തമായിട്ട് നേരിടും. ഞങ്ങൾ ഇവിടെ തന്നെ മാർക്കറ്റ് ഉണ്ടാക്കണമെന്നാണ് 100% ഞങ്ങളാക്കുക. ഞങ്ങൾ ഒരു കാരണവശാലും മറ്റൊരു മാർക്കറ്റിലേക്ക് പോകുന്ന വിഷയമില്ല. 60 വർഷമായിട്ട് നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് പരിശോധിക്കാൻ മനസ്സിലാവും, ഒരു മരം പോലും ചെതല് വന്നിട്ടില്ല, കഴുക്കോല് പോലും ചെതല് വന്നിട്ടില്ല. നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. ഇതാണ് അൺഫിറ്റ് എന്ന് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്കെതിരായിട്ടുള്ള അവസാന കച്ചിത്തുരുമ്പാണ് കോർപ്പറേഷന്റെ. എന്തായാലും ഇങ്ങനൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇവിടുന്ന് ഓടിപ്പിക്കുക എന്നുള്ള കുതന്ത്രത്തിന്റെ ഭാഗമാണ് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുള്ളത്. അല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് പോകാൻ പറ്റില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. നല്ല സൗകര്യങ്ങളാണ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. കാരണം റാമ്പുണ്ട്, മുറികളുണ്ട്. ഇനി താഴത്തെ നിലയിൽ കച്ചവടം നടത്തണമെങ്കിൽ അതിനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയ, അതായിരുന്നു നിങ്ങളുടെ പരാതി എന്ന് പറഞ്ഞത്. അതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയെന്നാണ് മേയർ പറയുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പരാതിയില്ല. ഞങ്ങൾക്ക് മേയർ ഇതിന് മുന്നേ അധികാരി ഏൽക്കുമ്പോൾ എന്താ പറഞ്ഞത്, പച്ചക്കറി മാർക്കറ്റ് എന്ന് പറയുന്നൊരു വിഷയം വലിയൊരു വിഷയമാണല്ലോ എന്ന് മേയർ പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ ചോദിച്ചു. അപ്പം മേയർ എന്താ പറഞ്ഞത്, അതൊക്കെ ഞങ്ങളെ കണക്ക് ഞങ്ങൾ ചർച്ചയിൽ കൂടെ വരികയാണ്. എന്താ മേയർ ഇപ്പോൾ എന്താ പറഞ്ഞത്, ഓണം കഴിഞ്ഞ് ഒഴിഞ്ഞു പോകണമെന്ന്. അത് മേയർക്ക് എവിടെ നിന്ന് കിട്ടി ഇങ്ങനത്തെ ഒരു റിപ്പോർട്ട്? അതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് പുരാണമായിട്ടുള്ളതാണ്, പെട്ടെന്നുള്ള പച്ചക്കറി മാർക്കറ്റല്ലല്ലോ. ഇവിടെ പഴയ കാര്യങ്ങളൊക്കെ നമ്മൾ നിലനിർത്തി കൊണ്ടുപോകുന്നൊരവസ്ഥയിൽ ഈ മാർക്കറ്റ് മാത്രം പൊളിച്ചു മാറ്റാനുള്ള ഉദ്ദേശം എന്താ? വികസനത്തിന് എല്ലാ വഴിയുണ്ട്. ഇവിടെ തന്നെ വികസനത്തിന് എല്ലാ വഴിയുണ്ട്. അതൊക്കെ മാറ്റി നിർത്തുകൊണ്ട് പാളയം മാർക്കറ്റ് എന്ത് വില കൊടുത്തു ഇവിടുന്ന് മാറ്റാന്നുള്ളൊരു സിദ്ധാന്തം, ഒരു അജണ്ടയാണ്. അത് നടക്കാൻ പാടില്ല. കാരണം 100 കണക്കിന് 1000 കണക്കിന് ആളുകൾ ജീവിച്ചു പോകുന്നൊരു പ്രസ്ഥാനം ഇവിടെ. ഈ ഒരു മേഖല തകർത്താൽ എന്താവും? ഞങ്ങൾക്ക് ആ മാർക്കറ്റിന്റെ വിഷയമല്ല, ഞങ്ങൾക്ക് ഈ മാർക്കറ്റ് ഇവിടെ നിലനിർത്താം. അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഇത് തട്ടിക്കൂട്ട് കമ്മിറ്റിയാണിത്. ഈ പറഞ്ഞത് NIT കാലിക്കറ്റ് എന്ന് പറയുന്നത്. ഈ NIT ഇതിനു മുൻപ് റിപ്പോർട്ട് കൊടുത്തുകണേ കോർപ്പറേഷന്. അതൊന്നും ഇന്നുവരെ പാലിച്ചില്ലല്ലോ. ഇത്ര അൺഫിറ്റ് ആയിട്ടുള്ള കെട്ടിടങ്ങൾ നമ്മൾ കോഴിക്കോടില്ലേ? എന്താ പാളയത്ത് മാത്രം അവർ വരുന്നതിന്റെ കാരണം? ഇതൊരു കുടിയിറക്കലാ. ഈ കുടിയിറക്കലിനെതിരെയാണ് ഞങ്ങളുടെ ശബ്ദം. ആ ശബ്ദത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഞങ്ങൾ നടത്തുന്നത്. എന്തായാലും നേരത്തെ ഒരു വട്ടം കോർപ്പറേഷൻ ഈ രീതിയിൽ ഇവരെ മാറ്റാനുള്ള ഒരു ശ്രമം നടത്തിയതാണ്. അന്ന് വലിയ സംഘർഷത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയിരുന്നു. അതിനുശേഷം കുറച്ച് മാസങ്ങളോളം ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികൾ കോർപ്പറേഷൻ ചെയ്തിരുന്നില്ല. എന്നാൽ ഇനി ഇക്കാര്യം അനിശ്ചിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് മേയർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഒരു സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇപ്പോൾ നിരാഹാര സമരം അടക്കമായാണ് കച്ചവടക്കാർ മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷെ ഒഴിപ്പിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചാൽ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാറണമെന്നുള്ള നോട്ടീസ് നൽകി കഴിഞ്ഞാൽ വലിയ ഒരു പ്രക്ഷോഭം തന്നെ ഉണ്ടായേക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.